മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ്റെ വിശുദ്ധ സുവിശേഷത്തിലെ 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളിലെ ക്രിസ്തുവിന് ഭാവങ്ങളിൽ ഏറെ വ്യത്യാസങ്ങളുണ്ട്. പ്രിയ സഹോദരങ്ങളെ, സുവിശേഷങ്ങളിൽ പതിവായി കാണുന്ന സൗമ്യഭാവങ്ങളിലെ യേശുവിനപ്പുറം, അല്ലെങ്കിൽ അന്ധന് കാഴ്ചയും ബധിരന് കേൾവിയും ഊമന് സംസാരശക്തിയുമൊക്കെ നൽകുന്ന കരുണയുടെ ഭാവമുള്ള ഒരു യേശുവിനപ്പുറം ചില രൗദ്രഭാവങ്ങളിൽ മുങ്ങി നിൽക്കുന്ന യേശുവിനെ കാണാം. ഒരു ജീവഹാനിയുടെ സാധ്യതകളെ വെളിപ്പെടുത്തുന്നവരുടെ നേരെ ശബ്ദമുയർത്തുന്ന അവൻ്റെ വാക്കുകൾക്ക് ഒരു വെല്ലുവിളിയുടെ ചുവയുണ്ട്. ദൃഢനിശ്ചയത്തിൻ്റെ കരുത്തുണ്ട്. വാൾത്തല കണക്ക് വാക്കുകൾക്ക് മൂർച്ചയുണ്ട്. അതിന് ഒരൊറ്റ മൂലകാരണമേയുള്ളൂ. സുവിശേഷത്തിലെ 32-ഉം 33-ഉം വാക്യങ്ങളിൽ അത് വ്യക്തമാണ്. സ്വർഗം വച്ചു നീട്ടിയ നിയോഗങ്ങളെക്കുറിച്ച് അവന് ബോധ്യമുണ്ട്. ബോധ്യങ്ങളെ ബലപ്പെടുത്തുന്ന നിലപാടുകളുമുണ്ടായിരുന്നു അവന്. നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഉറച്ച ഒരു മനസ്സുമുണ്ടായിരുന്നു. ഒന്നോർത്താൽ അപകടകരമാം വിധം ച്യുതി ബാധിക്കപ്പെട്ട ഒരു സമൂഹ വൃത്തത്തിലാണ് മനുഷ്യൻ. വളരുന്നു, വികസിക്കുന്നു എന്ന് വമ്പ് പറയുമ്പോഴും വലിയൊരനുപാതത്തിൽ ശോഷണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമാണ് മനുഷ്യൻ. അതിൻ്റെയൊക്കെ ആക്കം മനസ്സിലാക്കണമെങ്കിൽ വെറുതെ നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഒരു കാലത്ത് പള്ളിക്കൂടം കണക്ക് പവിത്രമായിരുന്ന കുടുംബം കുരുന്നുകൾ കാണിക്കുന്ന കന്നത്തരങ്ങൾക്ക് ശാസിച്ചും ശിക്ഷിച്ചും സ്നേഹിച്ചും തിരുത്തി നന്മയുടെ നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കന്മാരുണ്ടായിരുന്നു. മനുഷ്യരൊക്കെ അവരവരുടെ നിയോഗങ്ങൾ മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. മക്കളുടെ മുൻപിൽ ഭയന്ന് വിറങ്ങലിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ മക്കളെ നിയന്ത്രിക്കാനാകാതെ നെട്ടോട്ടമോടുന്ന അപ്പനമ്മമാരുടെ കാഴ്ചകളൊക്കെ അത്ര ഹിതകരമല്ലാത്ത നിഗമനങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. അവനവൻ്റെ നിയോഗങ്ങളെക്കുറിച്ച് പോലും നിശ്ചയമില്ലാത്തവന് എങ്ങനെയാണ് ബോധ്യങ്ങളുണ്ടാവുക? ബോധ്യങ്ങളില്ലാത്ത മനുഷ്യന് എങ്ങനെയാണ് നിലപാടുകൾ സ്വീകരിക്കാനാവുക? നിലപാടുകൾ ഇല്ലാത്തവന് ഈ ഭൂമിയിൽ നിലനിൽപ്പും ഇല്ല. അതുകൊണ്ട് പ്രിയ സഹോദര, സ്വർഗം വച്ചു നീട്ടിയ നിയോഗങ്ങളെക്കുറിച്ച് ബോധ്യങ്ങളുണ്ടാകട്ടെ. ബോധ്യങ്ങളെ ബലപ്പെടുത്തുന്ന നിലപാടുകളുണ്ടാകട്ടെ. നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളാൻ ക്രിസ്തുവിൻ്റെ കണക്ക് ചങ്കുറപ്പുണ്ടാകട്ടെ. ആമേൻ.